സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വീണ്ടും ട്രംപിനായി നാമനിർദ്ദേശം. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിലും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ തടയാനുള്ള ശ്രമങ്ങളിലും ട്രംപിന്റെ പങ്കിനെ പ്രശംസിച്ചുകൊണ്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതായി പ്രമുഖ അമേരിക്കൻ ടെലിവിഷൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. റിപ്പബ്ലിക്കൻ പ്രതിനിധി ബഡ്ഡി കാർട്ടറിയാണ് ട്രംപിനായി നാമനിർദ്ദേശം നൽകിയത്. പലരും അസാധ്യമെന്ന് കരുതിയ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം നിർണായകമായിരുന്നുവെന്നും ഇറാന്റെ ആണവ പദ്ധതികൾ ട്രംപ് നിർത്തിവെച്ചുവെന്നും നാമനിർദ്ദേശത്തിൽ കാർട്ടർ കൂട്ടിച്ചേർത്തു. യുദ്ധം നിർത്താൻ കഴിഞ്ഞതിൽ ലഭിച്ച വലിയ ബഹുമതിയാണിതെന്ന് ട്രംപ് ട്രൂത്തിൽ പങ്കുവച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ പ്രശംസിച്ച പാകിസ്ഥാൻ സർക്കാരും ട്രംപിനായി നാമനിർദ്ദേശം സമർപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. ജൂൺ 13-ന് ഇസ്രയേൽ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനു പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നത്. ഇറാനും തിരിച്ചടിച്ചു. ടെല്ലവീവ് ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും തൊടുത്തു. ഇതിനിടെയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയത്. പ്രതികാരമെന്നോണം ഖത്തറിലെ US താവളത്തിലേക്കും ഇറാൻ മിസൈൽ തൊടുത്തു. യുദ്ധമല്ല, ചർച്ചയാണ് പരിഹാരമെന്ന നിലപാടെടുത്ത ഖത്തറിനെ തന്നെ ട്രംപ് ഇടനില നിർത്തി. അങ്ങനെ 12 ദിവസത്തിനു ശേഷം മേഖലയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യത ഉടലെടുത്തെങ്കിലും പ്രദേശത്ത് സ്ഥിതി ശാന്തമായി തുടരുന്നു. ട്രംപിന് നൊബേൽ നോമിനേഷൻ ഇതാദ്യമല്ല. ഈ വർഷം ആദ്യം കാലിഫോർണിയയിലെ പ്രതിനിധി ഡാരൽ ഇസയും 2024-ലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ലോകസമാധാനത്തിൽ ഇത് അതിശയകരമാം വിധം സ്വാധീനം ചെലുത്തിയതിനായിരുന്നു നാമനിർദ്ദേശമെന്ന് ഡാരൽ അന്ന് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് വെബ് ഡെസ്ക്, തിരുവനന്തപുരം.